സർവശക്തനായ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബം സർവശക്തനായ ദൈവത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വിലപ്പെട്ടവരാണ്. കാരണം നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു നൽകിയത് തൻ്റെ സ്വന്തം ജീവനെയാണ്. യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി നൽകി. യേശുവിൻ്റെ ജീവൻ, ദൈവപുത്രനായ യേശുവിൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി നൽകി. നിങ്ങളെ വീണ്ടെടുക്കുവാനായി പിതാവായ ദൈവം ഈ വില കൊടുക്കേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വളരെ വിലപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വിലയേറിയതും മാന്യവുമായി കണ്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് വിലയേറിയ വ്യക്തിയാണ്. നിങ്ങൾ ദൈവത്തിന് മാന്യനാണ്. ഒരുപക്ഷെ മനുഷ്യൻ നമുക്ക് വില കൽപ്പിച്ചില്ലെങ്കിലും, നമ്മുടെ സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും, അംഗീകരിച്ചില്ലെങ്കിലും, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട വ്യക്തിയായി കാണുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു തൻ്റെ ജീവനെ നൽകി നിങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ പത്രോസ്ലീഹ പറഞ്ഞത്, പൊന്നു വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. വിലയേറിയ രക്തം തന്ന്, വിലപ്പെട്ട ജീവൻ തന്ന് നിങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്, വിലയേറിയവരാണ്. ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് തുടർന്ന് സംസാരിക്കുമ്പോൾ നിശ്ചയം ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന, ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ജീവിതത്തിന് ഇതൊരു വഴിത്തിരിവായിരിക്കും, ഒരനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഒരത്ഭുതത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനമായിരിക്കണം. ഒരു പക്ഷേ നമ്മൾ മറ്റ് പല സഭകളിൽ നിന്നും ഇവിടെ വന്നതാകാം. ഞാനും ഒരു സാമുദായിക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നയാളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ഷേപ്പ് ചെയ്തത്. വചനം ഇരുവായ്ത്തലയുള്ള മറ്റേത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. മൂർച്ചയുള്ള ഈ വാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മളെ ചെത്തി മിനുക്കുന്നതാണ്. മൂർച്ചയില്ലാത്ത ഒരു കത്തി കൊണ്ട് ഒരു കയററുത്താൽ കൈ കഴിക്കുന്നതല്ലാതെ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. മൂർച്ചയില്ലാത്ത ഒരു കത്തവാൾ കൊണ്ട് മരം മുറിക്കാൻ പോയാൽ, കോടാലി കൊണ്ട്, മൂർച്ചയില്ലാത്ത കോടാലി കൊണ്ട് മരം വെട്ടാൻ പോയാൽ മരം വീഴത്തില്ല എന്നുള്ളത് മാത്രമല്ല, സമയവും വേസ്റ്റായി പോകും. എന്നാൽ മൂർച്ചയുള്ള ഒന്നുകൊണ്ട് വെട്ടിയാൽ മൂർച്ചയില്ലാത്തത് കൊണ്ട് വെട്ടുന്നതിനേക്കാൾ അത് ശക്തമായിരിക്കും. അങ്ങനെങ്കിൽ ലീഡർഷിപ്പ് മീറ്റിങ്ങിലൂടെ ദൈവവചനമെന്ന വാള് നിങ്ങളെ ദൈവം ഏൽപ്പിക്കും. അത് ദൈവം നിങ്ങൾക്ക് തരുന്നത് മൂർച്ചയുള്ള ഒരു വാളായിട്ടാണ്. അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഈ ദൈവസഭയുടെ അടിസ്ഥാനം തന്നെ കർത്താവിൻ്റെ വചനമാണ്. കേവലം ഒരു രോഗശാന്തി കൊണ്ടോ, കേവലം കുറച്ച് പാട്ടുകൾ കൊണ്ടോ മാത്രം ഉണ്ടായ ഒരു ഉണർവല്ല ഇത്. രോഗശാന്തി കിട്ടിയ കാരണം കൊണ്ട്
നിലവിലുള്ള മതത്തെയും മതാചാരങ്ങളെയും അവരുടെ റിലേറ്റീവ്സിനെയും ചാർച്ചക്കാരെയും പള്ളിയും കമ്മിറ്റിയും ഒന്നും വിട്ട് അവരിറങ്ങി വരികയില്ല. വചനം കയറി തൊട്ടാലേ വരുള്ളൂ. അങ്ങനെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് ഈ ദൈവസഭയിൽ വളരെ പ്രാധാന്യമുണ്ട്. യോഹന്നാൻ 15:3 യേശു പറയുന്നു, നിങ്ങളിപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളർന്ന നമ്മൾ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ വന്ന നമ്മൾ, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ ചിന്തയിൽ വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ നമുക്കുണ്ട്. എന്നാൽ വ്യത്യസ്തമായ വിശ്വാസ രീതികൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് പകൽ ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കി ഒറ്റ ദർശനമുള്ളവരാക്കി മാറ്റേണ്ടത് കർത്താവിൻ്റെ വചനമാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം ഒരു പദവിയല്ല. എന്നാൽ ശുശ്രൂഷയെ കേവലം ഒരു പദവിയായി, ഒരു പൊസിഷനായി മാത്രം കാണരുത്. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ശുശ്രൂഷയെ ഒരു ലീഡറാകുക, ഒരു ശുശ്രൂഷകനാകുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിലേക്ക് വരിക എന്ന് പറയുമ്പം നമ്മുടെ അകത്തുണ്ടാകുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രീംസ് ഉണ്ട്, സ്വപ്നങ്ങൾ. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ജീവിതത്തിൽ ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ, കർത്താവിനെ ഇറക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഡ്രീമും ഇല്ലായിരുന്നു. എൻ്റെ മുമ്പിൽ എനിക്ക് നാളെ ഞാൻ ഇന്നതായി മാറുമെന്നോ, ഞാൻ ഇങ്ങനെ സഭയുടെ ഒരു ശുശ്രൂഷകനാകുമെന്നോ, ഇന്ന രാജ്യങ്ങളിൽ ഞാൻ ചെല്ലുമെന്നോ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പരിചയപ്പെടുമെന്നോ, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ മേൽ വെളിപ്പെട്ടിരുന്ന ദൈവികമായ വിളി എന്നെ അതിലെത്തിച്ചു. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് കയറി ചെയ്യുന്ന എന്തോ ഒന്നല്ല, അതൊരു വിളിയാണ്. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് കയറി ശുശ്രൂഷ ചെയ്യാൻ പോയാൽ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്താൻ അറിയാത്തവനെ തള്ളിയിടുന്നോലിരിക്കും. വിളിയില്ലാതെ, ദൈവവിളിയില്ലാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്താൻ അറിയാത്ത ഒരുത്തനെ എടുത്തിടുന്നോലിരിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? കൈയും കാലും അടിക്കുമെന്നാ. പക്ഷെ വിളിയുള്ളവൻ, ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ളവൻ, അവൻ ഏത് കടലിന്റെ മുകളിലൂടെ നടക്കും. അവന്റെ മുമ്പിൽ വരുന്ന വിളിയുള്ള സെരൂബാബേലിന്റെ മുമ്പിൽ വരുന്ന മഹാപർവ്വതം സമഭൂമിയാവും. ആലയം പണിയാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സെരൂബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം സമഭൂമിയാകും. അതിന് ബുൾഡോസർ വേണ്ട, അതിന് JCB വേണ്ട, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്തോളും. നമ്മുടെ കോൺഫിഡൻസ് അതാണ്. ശുശ്രൂഷകരെ, കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ, നമ്മുടെ കോൺഫിഡൻസ് ഒരു സംഘടനയിലല്ല, നമ്മുടെ കോൺഫിഡൻസ് ഒരു വ്യക്തിയിലല്ല. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു ദൈവസഭയിലൂടെയാണ് ദൈവം നമ്മളെ വളർത്തുന്നത്. കുറെ കട്ടയും കുറെ മണലും കുറെ സിമെന്റും കുറെ കമ്പിയും വസ്തുവിനകത്ത് ഇറക്കിയിട്ടാൽ വീടാകത്തില്ല. അതെടുത്ത് പണിയാൻ, ആ വീട് പണിയാൻ ഒരാൾ വേണം, നമ്മളെ വളർത്താൻ ഒരാൾ വേണം, മൈക്ക് എടുത്ത് തരാൻ ഒരാൾ വേണം, നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ഒരാൾ വേണം, നമുക്ക് അവസരങ്ങൾ തരാൻ ഒരാൾ വേണം. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അവരൊക്കെയും നടുന്നവരും നനയ്ക്കുന്നവരുമാണ്, എന്നാൽ വളരുമാറാക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ പണിയപ്പെടാനായി ശ്രമിക്കണം. Calling is very, very important. Hallelujah. അപ്പോസ്തലന്മാരെ നോക്കിയേ,
അവർ സാമാന്യരായിരുന്നു, അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, അവരവിടുത്തെ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ഫിഗേഴ്സ് ഒന്നും അല്ലായിരുന്നു, സാധാരണക്കാരായിരുന്നു. പക്ഷേ ആ സാധാരണക്കാരെ കർത്താവ് വിളിച്ചു. ആ വിളി അവരുടെ മേൽ വന്നതുകൊണ്ട് അവരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ നടന്നു. എന്നാൽ അവിടെ ഇൻ്റർനാഷണൽ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ അറിയപ്പെടുന്ന ആൾക്കാർ മറ്റുള്ളവരുണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ആ റേഞ്ചിലേക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയുന്നു, ശുശ്രൂഷ ഒരു പൊസിഷൻ അല്ല, ശുശ്രൂഷ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ശുശ്രൂഷ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കയറി ചെയ്യുന്ന എന്തോ ഒന്നല്ല, ശുശ്രൂഷ ദൈവത്തിൻ്റെ വിളിയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ശുശ്രൂഷയിൽ തന്നെ വിവിധ നിലവാരങ്ങളുണ്ട്. ആത്മീയ ശുശ്രൂഷയിൽ വ്യത്യസ്തമായ ആത്മീയ വരങ്ങൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് ഗിഫ്റ്റുകളുണ്ട്. വിവിധ നിലയിലുള്ള ശുശ്രൂഷകളുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, ചിലരെ സുവിശേഷകരായും, ചിലരെ ഇടയന്മാരായും അവൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവവചനം വായിക്കുമ്പോൾ അതിനൊരു ഹയറാർക്കിയും കൂടെ പൗലോസ് കൊടുത്തിട്ടുണ്ട്. ദൈവം തൻ്റെ സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, ആ നിലയിൽ ഒരു ദൈവിക ക്രമവും അപ്പോസ്തലൻ അതിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ഒരു ക്രമമുണ്ട്, വ്യത്യസ്ത തലത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതും ഇതെല്ലാം പ്രവർത്തിക്കുന്നതും ഓരോരുത്തൻ അതത് വചനം പകർത്തു കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1-ാം 9-10 വാക്യങ്ങൾ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. 2 അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഫെലോഷിപ്പ് വിത്ത് ഹിസ് സൺ, അവൻ്റെ പുത്രനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പോൾ പുത്രനുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത്, പുത്രൻ്റെ ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ വളരുന്നത് അവൻ്റെ സഭയിലൂടെയാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെട്ടവരെ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിക്കൊരു സഭ ഉണ്ടാകണം, ആ വ്യക്തി ഒരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതിൻ്റെ കാരണം ആ വ്യക്തി ആത്മീകമായി വളരുവാൻ വേണ്ടിയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത് കർത്താവിൻ്റെ സഭയാണ്. സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. കറയും വാട്ടവും ചുളുക്കവും മാലിന്യവും ഒന്നുമേൽക്കാത്ത, തനിക്ക് തന്നെ താൻ നിഷ്കളങ്കയായി ഏൽപ്പിച്ച, വെള്ളത്താൽ കഴുകൽപ്പെട്ട ദൈവത്തിൻ്റെ സഭയെ, വിശുദ്ധ സഭയെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അപ്പോൾ സഭയെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്,
ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അപ്പോൾ സഭയെന്ന് പറയുന്നതിൻ്റെ പണിക്കാരൻ കർത്താവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. നോക്കട്ടെ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ചാൽ ഞാനത് ചെയ്യുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങൾ ലീഡർഷിപ്പിൽ നിന്നാലും നിങ്ങൾ ലീഡർഷിപ്പിൽ നിന്നില്ലെങ്കിലും ഞാൻ എൻ്റെ സഭയെ പണിയും. അത് കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തമാണ്. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. പാതാള ഗോപുരത്തിന് പലരെയും ജയിക്കാൻ പറ്റും. പിശാചിന് പലരെയും തോൽപ്പിക്കാൻ പറ്റും. പിശാച് പലരെയും തോൽപ്പിക്കുന്നില്ലേ? പലരെയും പിശാചിന് തോൽപ്പിക്കാൻ കഴിയും. പലരെയും പിശാചിന് വീഴ്ത്താൻ കഴിയും. പലരെയും പിശാച് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ പിശാചിനെ ജയിക്കാൻ കഴിയാത്ത, പാതാള ഗോപുരത്തിന് തോൽപ്പിക്കാൻ കഴിയാത്ത ഒന്ന് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് നേരെ വരുന്ന അറ്റാക്കുകളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതും കർത്താവ് പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ എന്തോരം സെക്യൂർ പ്ലേസ് ആയത്. സഭയെന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള യേശു കർത്താവിൻ്റെ ഗൗരവം എത്ര കൂടുതലാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവസഭയുടെ ഓണർഷിപ്പ്, നമ്മൾ പറയത്തില്ലേ, ആ കടയുടെ ഉടമസ്ഥൻ, ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ആ വ്യക്തിയാണ് എന്നതുപോലെ ദൈവസഭയുടെ ഉടമസ്ഥൻ ആ സഭയിലെ സീനിയർ പാസ്റ്റർ അല്ല. ഈ ദൈവസഭയുടെ ഉടമസ്ഥൻ യേശുവാണ്. ഞാൻ അതിനകത്തൊരു സ്റ്റാഫ് മാത്രം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? ഹല്ലേലൂയ. അപ്പോ ബോസ് ആരാന്ന് പിടികിട്ടിയല്ലോ. ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിൻ്റെ സെക്രട്ടറി അല്ല. ഇതിൻ്റെ ഉടമസ്ഥൻ ടിനു ജോർജ് അല്ല. ജനം ദൈവത്തിൻ്റെതാ, സഭ ദൈവത്തിൻ്റെതാ, ഞാൻ ദൈവത്തിൻ്റെതാ, ശുശ്രൂഷ ദൈവത്തിൻ്റെതാ, ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ നന്മകളും അവൻ്റെതാ. ഇന്ന് പകൽ അത് പറയാൻ അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നിങ്ങളുടെ മുൻപിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, നിങ്ങൾ ഓർക്കണം, ആ ആത്മാവിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അവനെ കൈകാര്യം ചെയ്യാൻ നിന്നെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ്റെ ആത്മാവിൻ്റെ ഉടമസ്ഥത ദൈവത്തിനാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉഴപ്പ് കാണിച്ചാൽ അതിന് കണക്ക് ചോദിക്കുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതെ, ദൈവസഭ യേശുവിൻ്റേതാണ്. എന്നാൽ കർത്താവിൻ്റെ സഭയ്ക്ക് ഒരു ദർശനമുണ്ട്. ദർശനമില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഷൻ ഉണ്ടാകണം. വിഷൻ ഇല്ലാത്ത ഒരു കാര്യം ഈ കാറ്റടിച്ച് പറക്കുന്ന കരിയില പോലെയാണ്. ആദ്യമൊക്കെ ഭയങ്കര ബഹളവും പരിപാടിയൊക്കെ ആയിരിക്കും. പക്ഷെ ദർശനമില്ലെങ്കിൽ അത് നശിച്ചു പോകും. വിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. എന്നാൽ ആ വിഷൻ ഒരിക്കലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനുള്ള വിഷൻ ആയിരിക്കരുത്. ഇപ്പോൾ ഒരാൾ ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. ആ ദർശനം എപ്പോഴും തുലനം ചെയ്യേണ്ടത് ദൈവവചനം വെച്ചായിരിക്കണം. ദൈവവചനം വെച്ചിട്ട് അതിനെ അളക്കുമ്പോൾ അത് വചനപ്രകാരമുള്ള ഒരു കാര്യമല്ലെങ്കിൽ
ഞാൻ പറയുന്നത് വിമർശിക്കാനൊന്നും പോകണ്ട, അങ്ങ് വിട്ടുകളയാനാ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29:18 വായിച്ചേ. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. അപ്പം അവിടെ വെളിപ്പാടെന്നുള്ളത് തന്നെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. Where there is no vision. വെളിപ്പാട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷനാണ്, ദർശനമാണ്. Where there is no vision, the people perish. അപ്പം ദർശനം ഇല്ലാത്തടത്ത് ജനം എന്നാ വിട്ട് നടക്കും? അപ്പം മലയാളികളല്ലേ ഇവിടെ ഇരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്നാ വേണം? ആരും മിണ്ടുന്നില്ല. ദർശനം ഇല്ലാത്തടത്ത് എന്നാ വിട്ടു പോവും? ഒരു മര്യാദയില്ലാതെ ജീവിക്കും, അവനവന് ഇഷ്ടമുള്ള പോലൊക്കെ പോവും. പ്രൈസ് ദി ലോർഡ്. ദർശനമുള്ളിടത്തേ ഒരു ഓർഡർ ഉള്ളൂ, അതാ അതിൻ്റെ അർത്ഥം. ദർശനമുള്ളിടത്തേ ഒരു ക്രമമുള്ളൂ. ദർശനം ഇല്ലാത്തടത്ത് എന്നാ ഉണ്ടാവും? ക്രമക്കേടുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് കണ്ടവരെ അങ്ങ് വിളിക്കും, അങ്ങ് വിളിച്ചവരെ അങ്ങ് സ്പർശിക്കും. ഇപ്പോൾ തന്നെ നിന്റെ കരം ഈ പ്രോഗ്രാം കാണുന്ന കുടുംബങ്ങളിൽ വരട്ടെ. അങ്ങ് ഒരു വ്യക്തിയുടെ മേൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വിഷയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമായിട്ടുണ്ട്. അത് ആവറേജ് ആയിട്ടില്ല, ആ വിടുതൽ മാക്സിമം ആയിട്ടുണ്ട്. 5 അപ്പവും 2 മീനും യേശു കർത്താവെ അങ്ങ് സ്പർശിച്ച ഒറ്റ കാരണം കൊണ്ട് അത് മാക്സിമമായി, അത് വർദ്ധിച്ചു. 12 കൂട്ടം അധികം വന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ ഈ കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ചില രോഗികളുടെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ. വസ്തു സംബന്ധമായ കേസുകൾ, വസ്തു സംബന്ധമായ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. ഒരു ഭവനം പണി തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ മേൽ വിടുതൽ നടക്കട്ടെ കർത്താവേ. കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഉപരിപഠനത്തിന് വിടാനുള്ള പണം ലഭിക്കാത്ത കാരണം കൊണ്ട് കുഞ്ഞിനെ പഠിക്കാൻ വിടാൻ കഴിയാത്ത സാഹചര്യം നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മുട്ടിൻ്റെ തേയ്മാനങ്ങൾ സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ കണ്ണികളിൽ സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തലമുറകളില്ലാത്ത കുടുംബങ്ങളിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. Pastor Tinu Josh ministering in Chicago. 13, 14, 15 of October from 6:30 p.m. onwards at 120 E Oak Street, Addison, IL. Pastor Tinu Josh ministering in London, UK. 28th October 2 p.m. to 9 p.m. and on 29th October from 3 p.m. to 9 p.m. At Rehoboth Worship Center, New Mont Street School 21, Stratford, London, E153PA. El Shaddai Ministry, Jesus is Alive Global Worship Centers in UAE, Dubai, every Friday 7 p.m. to 9 p.m. Al Majlis Hall, ground floor, Holiday Inn Hotel, Burjuman, Bur Dubai. For more details, 971-503281 988. Abu Dhabi, every Thursday 8 p.m. to 10 p.m. Room number S14, Evangelical Church Center. For more details, 971-5061-35903. English Church, every Saturday 5:30 p.m. to 7:30 p.m. Hall number F10, Evangelical Church Center. For more details, 971-5570-75950. Sharjah, every Friday 3:45 p.m. to 5:45 p.m. Union Church, Hall number 8. For more details, 971-5065-27370. Ras Al Khaimah, every Friday 11 a.m. to 1:30 p.m. Masafi Meeting Room.
to live in Russell Khaima Hotel, Al Nakhil. For more details, 971 5518 22567. Muzaffar, every Sunday, 8 p.m. to 10 p.m. Brethren Church Center, Hall number G4. For more details, 971 50571 6828. Umal Quain, every Saturday, 8 p.m. to 10 p.m. Church Complex, room number 1, Bazaar Road. For more details, 971 551 822567. Ajman, for more details, 971 5518 22567. Align, every Saturday, 7 p.m. to 9 p.m. Aladdin Restaurant Hall. For more details, 971 5290 33038. Fujairah, every Thursday, 8 p.m. to 10 p.m. Middle East Cooperative Meeting Hall, Al Hail. For more details, 971 5593 620. Jesus is Alive Global Worship Centers in Kuwait. Mangaf, every Friday, 10:30 a.m. to 1 p.m. Basement Hall, Ateb Restaurant, near to KRH Roundabout, Mangaf. For more details, 9656 5054 535. Abbasiya, every Friday, 6:30 p.m. to 9 p.m. Raboni Hall, Alhin Travels Building Basement, near to Nidhi Store, Abbasiya. For more details, 9656279091. Salmia, every Saturday, 6:30 p.m. to 9 p.m. Karbin Kala Restaurant Hall, basement of Indian Book House, Salmia. For more details, 9656279091. Jesus is Alive Global Worship Centers in Bahrain. Every Friday, 7 p.m. to 9:30 p.m. Kalvara Restaurant Hall. For more details, 9733 2396562. സർവശക്തനായ യേശു